ഹലോ, വെൽക്കം ടു മാത് വിന്നർ. BSc മാത്സ് സെം 1ൻ്റെ 19ാമത്തെ പാർട്ട്. നമ്മുടെ സെം 1ൻ്റെ സെക്കൻഡ് ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി ഒരു പാർട്ടും കൂടി ഉള്ളു. മൊത്തം 20 പാർട്ടുകളിലായിട്ടാണ് നമ്മൾ സെം 1 കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് പാർട്ടാണ്. അല്ല, നമ്മുടെ എക്സാം വരുന്ന അറിയാമല്ലോ, 6-ാം തീയതിയാണ് എക്സാം വരുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം പഠിച്ച് മാക്സിമം മാർക്ക് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ വന്നത് നോക്കിയേ, ഒരു റിസൾട്ടാണ്. റിസൾട്ട് നോക്കിയേ, വെൽ ഓർഡറിങ് പ്രിൻസിപ്പിൾ. എന്താണ് റിസൾട്ട്? വെൽ ഓർഡറിങ് പ്രിൻസിപ്പിൾ. എന്താണ് ഈ വെൽ ഓർഡറിങ് പ്രിൻസിപ്പിൾ പറയുന്നത് നോക്കാം. എവരി നോൺ എംപ്റ്റി സബ്സെറ്റ്സ് ഓഫ് ദി സെറ്റ് ഓഫ് ഓൾ നമ്പേഴ്സ് ഹാസ് എ ലീസ്റ്റ് എലമെന്റ്. എന്താണ് പറഞ്ഞത്? സെറ്റ് ഓഫ് ഓൾ നമ്പേഴ്സ്. സെറ്റ് ഓഫ് ഓൾ നമ്പേഴ്സ് നമുക്കൊന്ന് എഴുതാം. സെറ്റ് ഓഫ് ഓൾ നമ്പേഴ്സ് എഴുതാം. സെറ്റ് 0, 1, 2, 3 എക്സെട്ര. ഇതല്ലേ ഓൾ നമ്പേഴ്സ്. അപ്പം നമ്മൾ വോൾ നമ്പേഴ്സിൻ്റെ നോൺ എംപ്റ്റി സബ്സെറ്റ് എടുത്താൽ നോക്കിയേ, എവരി നോൺ എംപ്റ്റി സബ്സെറ്റ്സ് ഓഫ് ദി സെറ്റ് ഓഫ് വോൾ നമ്പേഴ്സ്. വോൾ നമ്പേഴ്സിൻ്റെ ഏത് നോൺ എംപ്റ്റി സബ്സെറ്റ് എടുത്താലും നമുക്ക് ഈ വോൾ നമ്പേഴ്സിൻ്റെ കുറച്ച് നോൺ എംപ്റ്റി സബ്സെറ്റുകളൊന്ന് എഴുതാം, ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഒന്നാമത്തതായിട്ട് ഞാൻ എടുക്കാം, നോൺ എംപ്റ്റി സബ്സെറ്റാണ് വേണ്ടത്. അപ്പം സെറ്റ് 0, 1 ഇതൊരു നോൺ എംപ്റ്റി സബ്സെറ്റ് ആണ്. വേറെ ഒരെണ്ണം നോക്കുവാണെങ്കിൽ സെറ്റ് 1, 2, 3 ഇതെന്താ? ഇത് സെറ്റ് ഓഫ് ഓൾ നമ്പേഴ്സിൻ്റെ ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ആണ്. വേറെ ഒരെണ്ണം നോക്കാം, സെറ്റ് 0, 1, 2 എക്സെട്ര 10. ഇതൊക്കെ എന്താണ്? സെറ്റ് ഓഫ് ഓൾ നമ്പേഴ്സിൻ്റെ നോൺ എംപ്റ്റി സബ്സെറ്റ് ആണ്. ഓക്കെ, ഇനി വെൽ ഓർഡറിങ് പ്രിൻസിപ്പിൾ പറയുന്നത്, നമ്മൾ സെറ്റ് ഓഫ് ഓൾ നമ്പേഴ്സിൻ്റെ ഓരോ നോൺ എംപ്റ്റി സബ്സെറ്റ് എടുത്താലും അതിലൊരു ലീസ്റ്റ് എലമെന്റ് ഉണ്ടാകും. ഇവിടെ നോക്കിയേ, ഈ സബ്സെറ്റ് നോക്കിയേ, ഇതിൽ ലീസ്റ്റ് എലമെന്റിൽ ഏതാണ് ലീസ്റ്റ് എലമെന്റ്? 0. ഇവിടെ ലീസ്റ്റ് എലമെന്റ് ഏതാണ്? 1. കണ്ടോ, ഇവിടെ ലീസ്റ്റ് എലമെന്റ് 0. അപ്പൊ എന്താണ് പ്രിൻസിപ്പിള്? എവരി നോൺ എംപ്റ്റി സബ്സെറ്റ്സ് ഓഫ് ദി സെറ്റ് ഓഫ് വോൾ നമ്പേഴ്സ് ഹാസ് എ ലീസ്റ്റ് എലമെന്റ്. അപ്പൊ ക്ലിയർ അല്ലേ? നമ്മൾ സെറ്റ് ഓഫ് വോൾ നമ്പേഴ്സിന്റെ ഏതൊരു നോൺ എംപ്റ്റി സബ്സെറ്റ് എടുത്താലും അവിടെ ഒരു ലീസ്റ്റ് എലമെന്റ് ഉണ്ടായിരിക്കും. ആ സബ്സെറ്റിൽ ഒരു ലീസ്റ്റ് എലമെന്റ് ഉണ്ടായിരിക്കും. അല്ല, നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ഇനി അടുത്തൊരു തിയറം നോക്കിയേ, ഓയിലർ തിയറം. എന്താണ് ഓയിലർ തിയറം? നമ്മൾ നേരത്തെ എന്താണ് നോക്കിയിട്ടുള്ള കാര്യം തന്നെയാണ്, ഞാനിവിടെ പറയാം. ദ GCD ഓഫ് ദി പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് A and B. എയും ബിയും എന്താണ്? പോസിറ്റീവ് ഇൻറ്റീജറുകളാണ്. എയും ബിയും പോസിറ്റീവ് ഇൻറ്റീജറുകളാണ്. അപ്പൊ ഈ പോസിറ്റീവ് ഇൻറ്റീജർ ആയിട്ടുള്ള എയുടെയും ബിയുടെയും GCD, എയുടെയും ബിയുടെയും GCD നമുക്ക് എങ്ങനെ പറയാം? ഈസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് A and B. ഞാൻ ഇവിടെ നിന്ന് എഴുതാം, മനസ്സിലായി കാണത്തില്ല, ഞാൻ എഴുതാം. എന്താ പറഞ്ഞത്? GCD ഓഫ് ദി പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് A and B. GCD ഓഫ് A and B അല്ലേ? GCD ഓഫ് A and B. ഇവിടെ എയും ബിയും എന്താണ്? പോസിറ്റീവ് ഇൻറ്റീജറുകളാണ്. അപ്പൊ ഈ എയുടെയും ബിയുടെയും GCDനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് A and B. എയുടെയും ബിയുടെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാം. സിമ്പിൾ ഇത്രയേ ഉള്ളൂ. GCD ഓഫ് A, B ഇസ് ഈക്വൽ ടു ലീനിയർ കോമ്പിനേഷൻ ഓഫ് A and B. എന്താണ്? GCD ഓഫ് A and B ഇസ് ഈക്വൽ ടു ലീനിയർ കോമ്പിനേഷൻ ഓഫ് A and B. എയുടെയും ബിയുടെയും GCDനെ നമുക്ക് എയുടെയും ബിയുടെയും ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റും. അതാണ് ഞാൻ എഴുതാൻ വേണ്ടി പോകുന്നത്. GCD ഓഫ് A, B
എയുടെയും ബിയുടെയും ലീനിയർ കോമ്പിനേഷൻ. അതെങ്ങനെ എഴുതാടെ? ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ എഴുതാൻ പോണ നോക്കിക്കോണേ. ആൽഫ എ പ്ലസ് ബീറ്റ ബി. ആൽഫ എ പ്ലസ് ബീറ്റ ബി. ഇവിടെ ആൽഫ ബീറ്റ, ആൽഫയും ബീറ്റ എന്താണ്? ഇൻറ്റീജറുകളാണ്. ആൽഫയും ബീറ്റയും ഇൻറ്റീജറുകളാണ്. അപ്പോൾ ഇവിടെ ആൽഫ എ പ്ലസ് ബീറ്റ ബി, ഇതാണ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് എ ആൻഡ് ബി. എന്താണ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് എ ആൻഡ് ബി? ആൽഫ എ പ്ലസ് ബീറ്റ ബി. ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ എയുടെയും ബിയുടെയും ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ജി സി ഡി ഓഫ് എ കോമ ബിയെ നമുക്ക് എയുടെയും ബിയുടെയും ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ വേണ്ടി പറ്റും. അതാണ് ഓയിലർ തിയറം പറയുന്നത്. ദ ജി സി ഡി ഓഫ് ദി പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എ ആൻഡ് ബി ഈസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് എ ആൻഡ് ബി. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങൾ നോക്കി. ഒന്നാമത്തത് ഒരു റിസൾട്ട് ആയിരുന്നു അല്ലേ? ഏതായിരുന്നു റിസൾട്ട്? വെൽ ഓർഡറിങ് പ്രിൻസിപ്പിൾ. എന്താണ് വെൽ ഓർഡറിങ് പ്രിൻസിപ്പിൾ പറഞ്ഞത്? നമ്മുടെ സെറ്റ് ഓഫ് ഹോൾ നമ്പേഴ്സിന്റെ ഏതൊരു സബ്സെറ്റ് എടുത്താലും ആ സബ്സെറ്റിൽ ഒരു ലീസ്റ്റ് എലമെന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യമാണ്. രണ്ടാമത് നമ്മൾ നോക്കിയത്, ഇപ്പൊ എന്താ നോക്കിയത്? ഒരു തിയറമാണ്, ഓയിലർ തിയറം. എന്താണ് ഓയിലർ തിയറം പറഞ്ഞത്? എയുടെയും ബിയുടെയും ജി സി ഡിനെ നമുക്ക് എയുടെയും ബിയുടെയും ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ വേണ്ടി പറ്റും. ജി സി ഡി ഓഫ് എ കോമ ബി ഈസ് ഈക്വൽ ടു ആൽഫ എ പ്ലസ് ബീറ്റ ബി. ആൽഫയും ബീറ്റ എന്താണ്? ഇൻറ്റീജറുകളാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ പ്രൂഫാണ് നോക്കാൻ പോകുന്നത്. ഈ ഓയിലർ തിയറത്തിന്റെ പ്രൂഫ് ജി സി ഡി ഓഫ് എ കോമ ബി ഇസ് ഈക്വൽ ടു ആൽഫ എ പ്ലസ് ബീറ്റ ബി അല്ലേ? ഇതിന്റെ പ്രൂഫാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഒന്നും കൂടെ എഴുതാവേ. ജി സി ഡി ഓഫ് എ കോമ ബി ഇസ് ഈക്വൽ ടു ആൽഫ എ പ്ലസ് ബീറ്റ ബി. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ പ്രൂഫ് നോക്കാം. പ്രൂഫ് ഓക്കെ, ഇപ്പൊ നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നത് രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ്. ഒന്നാമത്തത് നമ്മളിത് തൊട്ട് മുമ്പ് നോക്കിയ വെൽ ഓർഡറിങ് പ്രിൻസിപ്പിൾ. ഈ വെൽ ഓർഡറിങ് പ്രിൻസിപ്പിളും പിന്നെ നമ്മൾ എന്താണ് ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് നമ്മൾ പഠിച്ചത്? ഡിവിഷൻ അൽഗോരിതം. നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ച കാര്യങ്ങളൊക്കെയാണ് ഡിവിഷൻ അൽഗോരിതം. അപ്പോൾ വെൽ ഓർഡറിങ് പ്രിൻസിപ്പിളും ഡിവിഷൻ അൽഗോരിതവും വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ പ്രൂഫ് നോക്കാൻ വേണ്ടി പോകുന്നത്, പ്രൂഫ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോണ നോക്കിക്കോണേ. നമുക്ക് എസ് എന്ന് പറഞ്ഞൊരു സെറ്റ് എഴുതാം. നോക്കിക്കേ, ലെറ്റ് എസ് ബി ദി സെറ്റ് ഓഫ്, ലെറ്റ് എസ് ബി ദി സെറ്റ് ഓഫ്. എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സെറ്റ് ആണ്. എന്തിന്റെ സെറ്റ് ആണ്? ലെറ്റ് എസ് ബി ദി സെറ്റ് ഓഫ് പോസിറ്റീവ് ലീനിയർ കോമ്പിനേഷൻസ്, പോസിറ്റീവ് ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് എ ആൻഡ് ബി, ഓഫ് എ ആൻഡ് ബി. ഓക്കെ, ഞാൻ എസ് എന്ന് പറഞ്ഞൊരു സെറ്റ് എടുത്ത്. എന്താണ് സെറ്റ്? സെറ്റ് എന്താണ്? സെറ്റ് ഓഫ് പോസിറ്റീവ് ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് എ ആൻഡ് ബി. എയുടെയും ബിയുടെയും പോസിറ്റീവ് ലീനിയർ കോമ്പിനേഷൻസ് ആണ് നമ്മുടെ എസ് എന്ന് പറഞ്ഞ സെറ്റ്. ഓക്കെ, പോസിറ്റീവ് ലീനിയർ കോമ്പിനേഷൻ. അപ്പൊ ഞാൻ എഴുതി നോക്കുകയാണെ, എസ് ഈസ് ഈക്വൽ ടു സെറ്റ്. ഈ സെറ്റിൽ ആരാണ് വരുന്നത്? സെറ്റിൽ ആരാണ് വരുന്നത്? പോസിറ്റീവ് ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് എ ആൻഡ് ബി. അതിനെ ഞാൻ ഇങ്ങനെ എഴുതുവാണ്, എം എ പ്ലസ് എൻ ബി. ഉണ്ടാ, എം എ പ്ലസ് എൻ ബി. ഇതെന്താണ്? പോസിറ്റീവ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് എ ആൻഡ് ബി അല്ലേ? പോസിറ്റീവ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് എ ആൻഡ് ബി അല്ലേ? ഇതെന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ് അല്ലെ? എം എ പ്ലസ് എൻ ബി എന്ന് പറയുന്നത് ലീനിയർ കോമ്പിനേഷൻ ഓഫ് എ ആൻഡ് ബി ആണ്. എയുടെയും ബിയുടെയും ലീനിയർ കോമ്പിനേഷൻ ആണ് എം എ പ്ലസ് എൻ ബി അല്ലെ? എം എ പ്ലസ് എൻ ബി എന്ന് എഴുതിയ അതിന്റെ അർത്ഥം എന്താണ്?
ലീനിയർ കോമ്പിനേഷൻ ഓഫ് എ ആൻഡ് ബി. ഇതെന്താണ്? പോസിറ്റീവാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഗ്രേറ്റർ ദാൻ 0 എന്ന് എഴുതിയത്. MA + NB ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് M, N ബിലോങ്സ് ടു Z. M എന്താണ്? ഇൻറ്റീജർ ആണ്, നമുക്കറിയാമല്ലോ. ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് M എന്താണ്? ഇവിടെ ഇൻറ്റീജേഴ്സ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇവിടെ നമുക്കറിയാവുന്ന കാര്യമാണ് എയും ബിയും എന്താണ്? എയും ബിയും എന്താണ്? പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. എയും ബിയും പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. കാരണം എന്താണ്? നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് GCD ഓഫ് A, B = ആൽഫ A + ബീറ്റ B എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. GCD എടുക്കുമ്പോഴത്തേക്ക് എയും ബിയും എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ഇൻറ്റീജറുകളല്ലേ. അപ്പൊ നമ്മൾ എയുടെയും ബിയുടെയും GCD എടുക്കുകയാണ്. GCD എടുക്കാൻ പറ്റണമെങ്കിൽ എന്താണ്? എയും ബിയും എന്താണ്? പോസിറ്റീവ് ഇൻറ്റീജറുകളായിരിക്കണം. അപ്പൊ ഇവിടെ എയും ബിയും പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? സിൻസ് A ഗ്രേറ്റർ ദാൻ 0, എ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇൻറ്റീജർ അല്ലേ. അപ്പൊ എ എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ്. ദാറ്റ് ഈസ്, ഈ എയിനെ നമുക്ക് എങ്ങനെ എഴുതാടാം? A = ഞാൻ എയിനെ ഒന്ന് മാറ്റി എഴുതുവാണ്. A = 1 × A + 0 × B. ഓക്കെ, എയിനെ എങ്ങനെ എഴുതാൻ പറ്റും? 1 × A + 0 × B. ഓക്കെ, ഇവിടെ രണ്ട് കാര്യങ്ങൾ ഞാൻ ഇപ്പൊ പറഞ്ഞു അല്ലേ. A ഗ്രേറ്റർ ദാൻ 0. എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ്. കൂടാതെ എയിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1 × A + 0 × B. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയണം? Therefore A belongs to S. A belongs to S. A എന്ന് പറഞ്ഞ എലമെന്റ് എന്താണ്? എസ്സിലുണ്ട്. A എന്ന് പറഞ്ഞ എലമെന്റ് എസ്സിലുണ്ട്. കാരണം എന്താണ്? എസ്സിലെ എലമെന്റുകൾ ഏതൊക്കെയാണ്? എസ്സിലെ എലമെന്റ് എന്ന് പറഞ്ഞാൽ ലീനിയർ കോമ്പിനേഷൻ ഓഫ് A ആൻഡ് B ആണ്. ക്ലിയർ അല്ലേ? എസ്സിലെ എലമെന്റ് എന്താണ്? ലീനിയർ കോമ്പിനേഷൻ ഓഫ് A ആൻഡ് B ആണ് എസ്സിലെ എലമെന്റ്. കൂടാതെ എന്താണ്? ആ ലീനിയർ കോമ്പിനേഷൻ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ഇവിടെ നോക്കിയേ, എ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഓക്കെ, നമുക്കറിയാം. അപ്പൊ എയിനെ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ലേ? 1 × A + 0 × B. എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ 1 × A + 0 × B എന്ന് പറയുന്നതും ഗ്രേറ്റർ ദാൻ 0 അല്ലേ? ഗ്രേറ്റർ ദാൻ 0 അല്ലേ? അപ്പൊ എനിക്ക് എന്ത് പറയടാ? A belongs to S. എ എന്താണ്? എസ്സിലുണ്ട്. എ എസ്സിലുണ്ട്. കാരണം എന്താ? എനെ നമുക്ക് 1 × A + 0 × B എന്ന് എഴുതാൻ പറ്റും. എസ്സിലെ എലമെന്റ്സ് ആരൊക്കെയാണ്? MA + NB ഫോമിലുള്ള എലമെന്റുകളാണ് എസ്സിലുള്ളത്. കൂടാതെ അമ്മാരെന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. എയിനെ എനിക്ക് 1 × A + 0 × B കണ്ട MA + NB ഫോമിൽ എനിക്ക് എയിനെ എഴുതാൻ പറ്റും. എ ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പൊ എ എന്താണ്? സെറ്റ് എസ്സിലുള്ള എലമെന്റ് ആണ്. എ എന്താണ്? സെറ്റ് എസ്സിലുള്ള എലമെന്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? that is S is non-empty അല്ലെ? S is non-empty. S എന്താണ്? നോൺ എംറ്റി ആണെന്ന് പറയാം. എസ്സിലൊരു എലമെന്റ് ഉണ്ട്. എസ്സിൽ എന്താണ്? എലമെന്റ് ഉണ്ട് അല്ലെ? എ എന്ന് പറയുന്നത് എസ്സിലെ എലമെന്റ് ആണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? എസ് ഈസ് നോൺ എംറ്റി. എസ് നോൺ എംറ്റി സെറ്റ് അല്ല. എസ് എന്താണ്? നോൺ എംറ്റി സെറ്റ് അല്ല. എസ്സിലെ എലമെന്റ് ഉണ്ട്. എസ് നോൺ എംറ്റി സെറ്റ് അല്ല, എസ്സില് എലമെന്റ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ therefore by well ordering principle പ്രകാരം നമുക്ക് എന്ത് പറയാം? എസ് ഹാസ് എ ലീസ്റ്റ് എലമെന്റ്. എസ്സിൽ എന്തുണ്ടായിരിക്കും? ഒരു ലീസ്റ്റ് എലമെന്റ് ഉണ്ടായിരിക്കും. എസ് നോൺ എംറ്റി ആണെങ്കിൽ, എസ്സിലെ എലമെന്റുകൾ ഉണ്ടെങ്കിൽ അതിലെന്തായിരിക്കും? ഒരു ലീസ്റ്റ് എലമെന്റ് കാണുമല്ലോ. എസ് നോൺ എംറ്റി ആണെങ്കിൽ എസ്സിനൊരു ലീസ്റ്റ് എലമെന്റ് ഉണ്ടായിരിക്കും. സിമ്പിൾ ലോജിക് അല്ലേ? ഓക്കെ, അതിനെ നമുക്ക് സ്മോൾ ലെറ്റർ ഡി എന്ന് വിളിക്കാം. സ്മോൾ ലെറ്റർ ഡി. ഓക്കെ അല്ലേ? ബൈ വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ
എസ് ഹാസ് എ ലീസ്റ്റ് എലമെന്റ് ഡി. ക്ലിയർ അല്ലേ? എസ് ഹാസ് എ ലീസ്റ്റ് എലമെന്റ് ഡി. ഓക്കെ, എസിൽ എന്തായിരിക്കും? ഒരു ലീസ്റ്റ് എലമെന്റ് ഉണ്ടായിരിക്കും. സിൻസ് ഡി ബിലോങ്സ് ടു എസ്. ഡി എന്താണ്? എസ്സിലെ ഒരു എലമെന്റ് ആണ്, അല്ലെ? എസ്സിലെ ലീസ്റ്റ് എലമെന്റ് ആണ് ഡി. ഡി ബിലോങ്സ് ടു എസ്. ഓക്കെ എടാ, എസ്സിലെ എലമെന്റ്സ് ഏത് ഫോമിലുള്ള എലമെന്റ് ആണ്? MA+NB ഫോമിലുള്ള എലമെന്റ്സ് ആണ് എസ്സിലുള്ളത്, അല്ലേ? നമ്മൾ പറഞ്ഞ് എ എന്ന് പറയുന്നത് എസ്സിലെ എലമെന്റ് ആണ്. എനെ നമുക്ക് 1 × A+0 × B എന്ന് എഴുതാൻ പറ്റും, അല്ലേ? MA+NB ഫോമിൽ എഴുതാൻ പറ്റും. അതുകൊണ്ടാണ് എ എസ്സിലെ എലമെന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞത്. ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞ ഡി എന്താണ്? എസ്സിലെ എലമെന്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഡീനെ നമുക്ക് MA+NB ഫോമിൽ എഴുതാൻ പറ്റണ്ടേ? ഡീനെ നമുക്ക് MA+NB ഫോമിൽ എഴുതാൻ വേണ്ടി പറ്റണ്ടേ? അപ്പൊ ഞാൻ എഴുതാൻ പോകുവാണേ. ഡി ഈസ് ഈക്വൽ ടു, ഞാൻ എഴുതാൻ പോകുന്നത് നോക്കുവാണേ, ആൽഫ എ പ്ലസ് ബീറ്റ ബി. കണ്ടാ, ഇതെന്താണ്? MA+NB ഫോമിലാണ്. ഞാനിവിടെ എമ്മിൻ്റെ സ്ഥാനത്ത് ആൽഫ എന്നിട്ട്, നമുക്കറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ആൽഫ എന്നെടുത്ത്. എന്നിൻ്റെ സ്ഥാനത്ത് ബീറ്റ എന്നെടുത്ത്. നമുക്കിവിടെ ഏതാണ് എന്നിൻ്റെ വാല്യൂ എന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ബീറ്റ എന്നെടുത്ത്. ആൽഫയും ബീറ്റ എന്നാണ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഡീനെ ഞാൻ ആൽഫ എ പ്ലസ് ബീറ്റ ബി എന്നെടുത്ത്. ഓക്കെ, ഇവിടെ എന്താണ്? ആൽഫ കോമ ബീറ്റ ബിലോങ്സ് ടു ഇസഡ്. ആൽഫയും ബീറ്റ ഇൻറ്റീജർ ആണ്. ഓക്കെ, ഇൻറ്റീജർ ആണെന്ന് പറയണം. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം ഡി ഈസ് ഈക്വൽ ടു ആൽഫ എ പ്ലസ് ബീറ്റ ബി എന്ന് എഴുതി, അല്ലേ? അങ്ങനെ എഴുതാൻ പറ്റണമെങ്കിൽ നമുക്കൊരു കാര്യം അറിയാം. എന്താണ്? ഡി ഈസ് ഈക്വൽ ടു ആൽഫ എ പ്ലസ് ബീറ്റ ബി എന്ന് എഴുതണമെങ്കിൽ രണ്ട് കാര്യം നമുക്ക് ഷോ ചെയ്യണം. വി ഹാവ് ടു ഷോ ദാറ്റ്, വി ഹാവ് ടു ഷോ ദാറ്റ്, വി ഹാവ് ടു ഷോ ദാറ്റ്. എന്തൊക്കെയാണ് നമുക്ക് ഷോ ചെയ്യേണ്ടത്? ഡി ഡിവൈഡ്സ് എ. ഡി ഡിവൈഡ്സ് എ എന്താണ്? എനെ ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റണം. ആൻഡ് ഡി ഡിവൈഡ്സ് ബി. ബീന് എന്താണ്? ബീനെയും ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റണം. നമ്മളിവിടെ എന്താ എഴുതി? ഡി ഈസ് ഈക്വൽ ടു ആൽഫ എ പ്ലസ് ബീറ്റ ബി എന്ന് എഴുതി. അങ്ങനെ എഴുതുവാണെങ്കിൽ എനെയും ബീനെയും ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പോൾ അത് നമുക്ക് ഷോ ചെയ്യണം. എനെയും ബീനെയും ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഷോ ചെയ്യണം, അല്ലേ? ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് ഷോ ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡിവിഷൻ അൽഗോരിതം അപ്ലൈ ചെയ്യാം. ഓക്കെ, ഞാൻ ഇവിടെ എഴുതാം. ബൈ ഡിവിഷൻ അൽഗോരിതം നമ്മൾ ഓൾറെഡി എന്താണ് ഫസ്റ്റ് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ എന്താണ് ഡിവിഷൻ അൽഗോരിതം ഒക്കെ പഠിച്ചതാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക? കണ്ട് മനസ്സിലാക്കിയിട്ട് മാത്രം ഈ ഒരു പ്രൂഫിലേക്ക് നിങ്ങൾ കടക്കുക, എന്നാലേ മനസ്സിലാകത്തുള്ളൂ. ഓക്കെ അപ്പോൾ ഇവിടെ നോക്കിയേ, ഡി ഡിവൈഡ്സ് എ ആണെങ്കിൽ, അല്ലേ, നമുക്ക് വി ഹാവ് ടു ഷോ ദാറ്റ് ഡി ഡിവൈഡ്സ് എ ആൻഡ് ഡി ഡിവൈഡ്സ് ബി. ഓക്കെ, അപ്പോൾ അത് ഷോ ചെയ്യണം. എനെ നമുക്ക് ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. കണ്ടോ, അതിവിടെ എനെ ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അല്ലെ? ബീനെയും ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് കാണിക്കണം. അപ്പം നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പം ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ നമുക്ക് ഡിവിഷൻ അൽഗോരിതം അപ്ലൈ ചെയ്യാൻ പറ്റുമല്ലോ. ഡിവിഷൻ അൽഗോരിതം അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ എഴുതി നോക്കിയോണേ. എനെ ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എനെ ഇങ്ങനെ എഴുതാൻ പറ്റും. എ ഈസ് ഈക്വൽ ടു ക്യൂ ഡി പ്ലസ് ആർ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ആർ എന്ന് പറയുന്നത് റിമൈൻഡർ ആണ്, ക്യൂ എന്താണ്? കോഷ്യന്റ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? നമ്മളിവിടെ എന്താ ചെയ്തത്? നമുക്ക് കാണിക്കേണ്ടത് വി ഹാവ് ടു ഷോ ദാറ്റ് ഡി ഡിവൈഡ്സ് എ ആൻഡ് ഡി ഡിവൈഡ്സ് ബി. എനെയും ബീനെയും ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് ഷോ ചെയ്യണം. അപ്പം നമുക്ക് അതിനെ എന്ത് ചെയ്യാം? ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. എനെയും ബീനെയും ഡി കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം, അല്ലെ? ഡിവൈഡ് ചെയ്ത് നോക്കാന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്?
നമുക്ക് അവിടെ ഡിവിഷൻ അൽഗോരിതം അപ്ലൈ ചെയ്യാന്നാണ് അതിൻ്റെ അർത്ഥം. ഡിവിഷൻ അൽഗോരിതം അപ്ലൈ ചെയ്യാന്നാണ് അർത്ഥം. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, എനെ QD + R എന്ന് എഴുതാൻ വേണ്ടി പറ്റും. അതാണ് ഡിവിഷൻ അൽഗോരിതം പറയുന്നത് അല്ലേ. നമ്മൾ എനെ D കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെ, D കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്താണ് എനെ QD + R എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടെ ഒരു കണ്ടീഷനും കൂടി ഉണ്ട്. വെയർ 0 < R <D. ഡിവിഷൻ അൽഗോരിതത്തിന്റെ കണ്ടീഷനാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇവിടെ A = QD + R. അങ്ങനെയാണെങ്കിൽ ആറിനെ എനിക്ക് എങ്ങനെ എഴുതാം? R = A - QD. R = A - QD. ക്ലിയർ അല്ലേ? A - QD. അപ്പൊ ഞാൻ ആറിനെ ഒന്ന് മാറ്റി എഴുതുവാണേ. R = A - Q × ഡിയുടെ സ്ഥാനത്ത് ഞാൻ എഴുതാൻ പോകണം നോക്കിയേ. ഡിന്റെ സ്ഥാനത്ത് ഞാൻ എഴുതാൻ പോകുന്ന നോക്കിയേ. നമ്മളിവിടെ എന്ത് എഴുതിയടാ? D = α A + β B എന്നല്ലേ എഴുതിയത്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഡിന്റെ സ്ഥാനത്ത് എന്ത് എഴുതാൻ പോണേ? α A + β B എന്ന് എഴുതി. ക്ലിയർ അല്ലേ? അപ്പം = A - ഈ Q എന്ത് ചെയ്യാം? അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ A - Q α A പ്ലസ് കണ്ട എന്ത് വരും? -Q β B എന്ന് വരും അല്ലേ. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ. അപ്പൊ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു A ഉണ്ട്, ഇവിടെയും A ഉണ്ട്. അപ്പൊ ഞാൻ A കോമൺ എടുക്കാം. അപ്പൊ എന്ത് വരുന്നത്? ഇവിടെ എഴുതാവേ = A × 1 - Q α പ്ലസ് ഇതിനെ ഞാനൊരു ബ്രാക്കറ്റിൽ എഴുതാം -Q β B. ഓക്കെ, ഒന്നുകൂടി എഴുതാം. 1 - Q α × A പ്ലസ് -Q β B. ഓക്കെ അല്ലേ? ആറിനെ ഇങ്ങനെ എഴുതാം. R = അല്ലെ, ആറിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി നോക്കിയേ, ഇവിടെ നോക്കിയേ, 0 < R <D. ഇതാണ് കണ്ടീഷൻ അല്ലേ. 0 < R <D. ഓക്കെ, ഇവിടെ നമുക്ക് രണ്ട് കണ്ടീഷൻ ആയിട്ട് എഴുതാം. ഇഫ് R > 0, R എന്താണ്? > 0 ആണെങ്കിൽ കണ്ടോ, ഇവിടെ R എന്താണ്? > 0 ആണ്. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? R > 0 അല്ലെ, നമുക്ക് അറിയത്തില്ല. R > 0 ആണ്. അപ്പൊ നമുക്ക് R > 0 ആണെങ്കിൽ ഉള്ള കണ്ടീഷൻ നോക്കാം. ഇഫ് R > 0, അപ്പൊ നമുക്ക് എന്ത് പറയാം? then R = അത് ഇത് എഴുതുക. R = 1 - Q α A പ്ലസ് -Q β × B എന്ന് എഴുതാം. അത് ഇങ്ങനെ എഴുതാവേ -Q β B. ഇവിടെ R 0-നേക്കാൾ വലുതാണെങ്കിൽ ഇവിടെ നോക്കിയേ, R = 1 - Q α × A പ്ലസ് -Q β × B. കണ്ടോ, എയുടെയും ബിയുടെയും ലീനിയർ കോമ്പിനേഷൻ ആക്കി നമുക്ക് ഇവിടെ ആറിനെ എഴുതാൻ പറ്റിയില്ലേ? ആറിനെ നമുക്ക് എയുടെയും ബിയുടെയും ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റി. ഓക്കെ, ഇഫ് R > 0, R > 0 ആണെങ്കിൽ നമുക്ക് ആറിനെ ഇവിടെ എയുടെയും ബിയുടെയും ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റിയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇംപ്ലൈസ് R belongs to S എന്ന് പറയാം. R belongs to S എന്ന് പറയാൻ വേണ്ടി പറ്റും അല്ലേ. ക്ലിയർ അല്ലേ? ഇഫ് R > 0, R 0-യേക്കാൾ വലുതാണെങ്കിൽ അല്ലെ, നമുക്കിവിടെ ആറിനെ എങ്ങനെ എഴുതാൻ പറ്റി? എയുടെയും ബിയുടെയും ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റി. അപ്പൊ രണ്ട് കണ്ടീഷൻ വന്ന്
ആർ ഗ്രേറ്റർ ദാൻ 0, ആറ് നമുക്ക് എയുടെയും ബിയുടെയും ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ആർ ബിലോങ്സ് ടു എസ് എന്ന് പറയാൻ പറ്റത്തില്ലേ? ആർ ബിലോങ്സ് ടു എസ് എന്ന് പറയാൻ പറ്റില്ലേ? ആർ എന്താണ് എസ്സിൽ ഒരു എലമെന്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ലേ? ഇത് പറയാൻ പറ്റുമോ? ഇല്ല. ഇതെന്താണ്? ഇതൊരു കോൺട്രഡിക്ഷൻ ആണ്. ഇറ്റ് ഈസ് എ ആർ ബിലോങ്സ് ടു എസ് എന്ന് പറയുന്നത് ഒരു കോൺട്രഡിക്ഷൻ ആണ്. ഇറ്റ് ഈസ് എ കോൺട്രഡിക്ഷൻ. കാരണം എന്താണ്? ആർ ബിലോങ്സ് ടു എസ് പറ്റത്തില്ല, ആർ എസ്സിൽ വരത്തില്ല. അതെന്താണ്? കോൺട്രഡിക്ഷൻ ആണ്. ആറ് എസ്സിലെ എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? കോൺട്രഡിക്ഷൻ ആണ്, തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താണ്? അവിടെ ഇവിടെ നോക്കിയേ, നമ്മുടെ കണ്ടീഷൻ നോക്കിയേ, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ഡി അല്ലേ? ഈ കണ്ടീഷൻ വെച്ച് നമുക്ക് എന്ത് പറയാം? ആർ എന്ന് പറയുന്നത് ഡിനേക്കാൾ ചെറുതാണ്. ആർ എന്താണ്? ലെസ് ദാൻ ഡി ആണ്. ആർ എന്താണ്? ഡിനേക്കാൾ ചെറുതാണ്. ഇവിടെ ഡി എന്താന്ന് നമുക്കറിയാം. ഡി എന്താണ്? നമ്മുടെ എസ് എന്ന് പറഞ്ഞ സെറ്റിലെ ലീസ്റ്റ് എലമെന്റ് ആണ് ഡി അല്ലെ? നമ്മൾ അങ്ങനെയല്ലേ ആദ്യം വിളിച്ചത്? ഡീനെ എന്താണ് വിളിച്ചത്? ലീസ്റ്റ് എലമെന്റ് ഓഫ് എസ്. ഡിയിലെ അല്ലെ, സോറി, എസ് എന്ന് പറഞ്ഞ സെറ്റിലെ ലീസ്റ്റ് എലമെന്റ് ആണ് നമ്മുടെ ഡി അല്ലെ? ഡി എന്താണ്? ലീസ്റ്റ് എലമെന്റ് ആണ് അല്ലെ? കൂടാതെ ഇവിടെ ആർ എന്താണ്? ഡിയേക്കാൾ ചെറുതാണ്. ആർ എന്താണ്? ഡിയേക്കാൾ ചെറുതാണ്. അതുകൊണ്ട് എന്താണ്? ആർ എസ് എന്ന് പറഞ്ഞ സെറ്റിൽ വരത്തില്ല. കാരണം എസ് എന്ന് പറഞ്ഞ സെറ്റിലെ ലീസ്റ്റ് എലമെന്റ് ആരാണ്? ഡി ആണ്. ഡിനേക്കാൾ ചെറുതായിട്ടുള്ള ഒരു എലമെന്റും സെറ്റ് എസ്സിലില്ല അല്ലെ? ഡിനേക്കാൾ ചെറുതായിട്ടുള്ള ഒരു എലമെന്റും സെറ്റ് എസ്സിലില്ല. സെറ്റ് എസ്സിലെ ഏറ്റവും ചെറിയ എലമെന്റ് ആണ് ഡി. നമ്മൾ അങ്ങനെയല്ലേ ആദ്യം എടുത്തത്. പക്ഷെ ഇവിടെ ആർ എസ്സിൽ വരുവാണെങ്കിൽ എന്താണ്? ആറായിരിക്കും അടുത്ത ലീസ്റ്റ് എലമെന്റ്. പക്ഷെ അങ്ങനെ വരത്തില്ല. നമ്മൾ ഓൾറെഡി ആദ്യം എടുത്ത എന്താണ്? ഡി ആണ് എസ്സിലെ ലീസ്റ്റ് എലമെന്റ് എന്നും പറഞ്ഞല്ലേ എടുത്തത്. ഇവിടെ കണ്ടീഷൻ നോക്കിയേ, ആർ ലെസ് ദാൻ ഡി. ആർ എന്താണ്? ഡിയേക്കാൾ ചെറുതാണ്. അപ്പൊ ആറ് എസ്സിൽ വരുമെന്ന് പറഞ്ഞാൽ ശരിയാത്തില്ലല്ലോ, അത് തെറ്റായിട്ടുള്ള കാര്യമല്ലേ? അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ ഇറ്റ് ഈസ് എ കോൺട്രഡിക്ഷൻ. ഇതെന്താണ്? കോൺട്രഡിക്ഷൻ ആണ്. കാരണം എസ് എന്ന് പറഞ്ഞ സെറ്റിലെ ലീസ്റ്റ് എലമെന്റ് ആണ് ഡി. ഇവിടെ ആർ എന്താണ്? സെറ്റ് എസ്സിൽ വരത്തില്ല. കാരണം എന്താണ്? ആറ് ലെസ് ദാൻ ഡി ആണ്. ആറ് ഡിയേക്കാൾ ചെറുതാണ് അല്ലെ? ആറ് ഡിയേക്കാൾ ചെറുതാണ്. അത് പറ്റത്തില്ലല്ലോ. കാരണം നമ്മൾ ഓൾറെഡി ആദ്യം എടുത്ത എന്താണ്? എസ്സിലെ ലീസ്റ്റ് എലമെന്റ് ഡി ആണെന്നാണ് എടുത്തത്. അപ്പൊ ഡിയേക്കാൾ ചെറിയൊരു എലമെന്റ് പിന്നെ അവിടെ വരത്തില്ലല്ലോ. കാരണം അവിടുത്തെ ചെറിയ എലമെന്റ് ഡി ആണ്. അപ്പൊ ആർ ബിലോങ്സ് ടു എസ് എന്ന് പറയുന്നത് എന്താണ്? കോൺട്രഡിക്ഷൻ ആണ്. ആർ ബിലോങ്സ് ടു എസ് എന്ന് പറയുന്നത് കോൺട്രഡിക്ഷൻ ആണ്. കാരണം എന്താണ്? സിൻസ് ആർ ലെസ് ദാൻ ഡി. ആർ എന്ന് പറഞ്ഞത് എന്താണ്? ലെസ് ദാൻ ഡി ആണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ആർ ബിലോങ്സ് ടു എസ് എന്ന് പറഞ്ഞത് എന്താണ്? കോൺട്രഡിക്ഷൻ ആണെന്ന് പറഞ്ഞത്. അപ്പൊ ഇനി നമുക്ക് പറയാം എന്താണ്? ആർ ഈസ് ഈക്വൽ ടു 0 അല്ലെ? വി ഹാവ് ആർ ഈസ് ഈക്വൽ ടു 0 അല്ലെ? ആർ ഗ്രേറ്റർ ദാൻ 0 അല്ല. ആർ എന്താണ്? ഗ്രേറ്റർ ദാൻ 0 അല്ല. നമുക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് പറയാം ആർ എന്താണ്? ഈസ് ഈക്വൽ ടു 0 ആണ്. ആർ എന്താണ്? ഈസ് ഈക്വൽ ടു 0 ആണ്. കണ്ടത് ഇവിടെ നോക്കിയേ, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ അല്ലേ? ആർ ഗ്രേറ്റർ ദാൻ 0 അല്ലെന്ന് മനസ്സിലായി. അപ്പൊ ആർ എന്താണ്? ഈക്വൽ ടു 0 ആണ്. ഓക്കെ അല്ലേ? ആർ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ആർ ഈസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കിയടാ, ആർ ഈസ് ഈക്വൽ ടു എ മൈനസ് ക്യൂ ഡി. അപ്പൊ ആറിന്റെ സ്ഥാനത്ത് നമുക്ക് 0 എടുക്കാം. അപ്പൊ 0 ഈസ് ഈക്വൽ ടു എ മൈനസ് ക്യൂ ഡി. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എ ഈസ് ഈക്വൽ ടു ക്യൂ ഡി എന്ന് എഴുതാൻ പറ്റത്തില്ലേ? എ ഈസ് ഈക്വൽ ടു ക്യൂ ഡി എന്ന് എഴുതാൻ പറ്റത്തില്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? therefore അണ്ട എ ഈസ് ഈക്വൽ ടു ക്യൂ ഡി എന്ന് എഴുതാൻ പറ്റിയാൽ നമുക്ക് എന്ത് പറയാം? ഡി ഡിവൈഡ്സ് എ. എനെ ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. എനെ ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം നമുക്ക് എന്ത് കിട്ടി? എ ഈസ് ഈക്വൽ ടു ക്യൂ ഡി എന്ന് കിട്ടി. അതിന്റെ അർത്ഥം എനെ ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഡി ഡിവൈഡ്സ് എ. ക്ലിയർ അല്ലേ? ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യണം? ഇതുപോലെ നമുക്ക് ഡി ഡിവൈഡ്സ് ബി
അതും നമുക്ക് ഷോ ചെയ്യണം. ഡി ഡിവൈഡ്സ് ബി അതും നമുക്ക് ഷോ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മളിപ്പം ചെയ്തതുപോലെ തന്നെ കണ്ട, നമ്മളിപ്പോൾ ചെയ്ത സ്റ്റെപ്പ് പോലെ തന്നെ എന്ത് ചെയ്യണം? ഡിവിഷൻ അൽഗോരിതം അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ A = QD + R എന്നും പറഞ്ഞാണ് എഴുതിയത്. അടുത്ത നമുക്ക് എന്ത് ചെയ്യാം? B = QD + R എന്ന് എഴുതാം. B = QD + R എന്ന് എഴുതാം. ആക്ച്വലി നമ്മൾ എന്താണ് A = Q1D + R1 എന്നാണ് എഴുതേണ്ടത്. ബിനെ നമ്മളപ്പം Q2D + R2 എന്നാണ് എഴുതേണ്ടത്. ഇവിടെ പ്രശ്നമില്ല, പ്രൂഫ് ആയതുകൊണ്ട് എന്താണ് നമുക്ക് ഇങ്ങനെ എഴുതാൻ പ്രശ്നമൊന്നുമില്ല. ബിനെ QD + R എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ആറിൻ്റെ കണ്ടീഷൻ എന്താണ്? 0 < R D. ഡിവിഷൻ അൽഗോരിതം പ്രകാരം ഇങ്ങനെയാണ് എഴുതേണ്ടത്. ആ ഡിവിഷൻ അൽഗോരിതം നിങ്ങൾക്ക് എന്ത് ചെയ്യണം? അറിയണം, എന്നാലേ ഇതിങ്ങനെ എഴുതി എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെന്നാണ്. നമ്മളിപ്പോൾ 19ാമത്തെ പാർട്ടാണ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ അതിനു മുമ്പ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എന്ത് ചെയ്യുക? കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഡിവിഷൻ അൽഗോരിതം വെച്ച് നമുക്ക് ബീനെ ഇങ്ങനെ എഴുതാം. QD + R എന്ന് എഴുതാം അല്ലേ? QD + R എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ R = B - QD അല്ലേ? ഡിയുടെ സ്ഥാനത്ത് നമുക്ക് α A + β B എന്ന് എഴുതാം അല്ലേ? നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ആ സ്റ്റെപ്പ് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് വരും? = B - Q × ഡിൻ്റെ സ്ഥാനത്ത് α A + β B. ഓക്കെ അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതാം? = B - Q α A + -Q β B. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്കൊന്ന് മാറ്റി എഴുതാവേ. അപ്പോൾ നോക്കിയോ, R = ഇവിടെ നോക്കിയേ -Q α A ഞാൻ ആദ്യം എഴുതാം. -Q α A പ്ലസ് ഇവിടെ നോക്കിയേ അടുത്തത് B - Q β B. ഇതിൽ നിന്ന് ഞാൻ B കോമൺ എടുക്കാം. B കോമൺ എടുക്കുമ്പോഴത്തേക്ക് ബാക്കി എന്ത് വരും? 1 - Q β × B എന്ന് വരും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇങ്ങനെ വരും. ഇവിടെ നോക്കിയടാ, ആറിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റി? എയുടെയും ബിയുടെയും ലീനിയർ കോമ്പിനേഷനാക്കി എഴുതാൻ വേണ്ടി പറ്റി അല്ലേ? ഇവിടെ നമുക്ക് ആറിന് എയുടെയും ബിയുടെയും ലീനിയർ കോമ്പിനേഷനാക്കി എഴുതാൻ വേണ്ടി പറ്റി. ഓക്കെ, ഇനി നമുക്കറിയാം 0 < R D ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇങ്ങനെ എഴുതാം. ഇഫ് R > 0 ആണെങ്കിൽ എന്താണ്? R belongs to S എന്ന് പറയാം. കാരണം എന്താണ്? ആറിനെ നമുക്ക് എയുടെയും ബിയുടെയും ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ വേണ്ടി പറ്റി. ഇവിടെ നമ്മൾ R > 0 എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ R belongs to S എന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റും. പക്ഷെ ഇതെന്താണ്? കോൺട്രഡിക്ഷൻ ആണ്. കാരണം എന്താണ്? സിൻസ് R < D അല്ലേ? R എന്താണ്? < D ആണ്. അതുകൊണ്ടാണ് നമ്മൾ R belongs to S എന്ന് പറഞ്ഞത് ഒരു കോൺട്രഡിക്ഷൻ ആണെന്ന് പറഞ്ഞത്. അതെന്താണ്? തെറ്റായിട്ടുള്ള കാര്യമാണ്. R എസ്സിലെ എലമെന്റ് അല്ല. കാരണം എന്താണ്? R < D എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ അങ്ങനെ പറ്റത്തില്ലല്ലോ, കാരണം എസ്സിലെ ഏറ്റവും ചെറിയ എലമെന്റ് D ആണ്. അപ്പം R < D എന്ന് പറയുന്നത് R < D ആയതുകൊണ്ട് അല്ലേ, R എന്ന് പറഞ്ഞ എലമെന്റ് എസ് എന്ന് പറഞ്ഞ സെറ്റിൽ വരത്തില്ല അല്ലേ? R > D ആയിരുന്നെങ്കിൽ എന്താണ്? R എന്ന് പറഞ്ഞ എലമെന്റ് എസ്സിൽ വന്നേനെ. പക്ഷെ ഇവിടെ R < D ആയതുകൊണ്ട്
പറ്റത്തില്ല. കാരണം എസിലെ ഏറ്റവും ചെറിയ എലമെന്റ് ഡി ആണ്, അതിൽ ചെറിയൊരു എലമെന്റ് ആ സെറ്റിൽ ഇല്ല. അതുകൊണ്ട് ആറ് ബിലോങ്സ് ടു എസ് എന്ന് പറയുന്നത് കോൺട്രഡിക്ഷൻ ആണ്, തെറ്റായിട്ടുള്ള കാര്യമാണ്. കാരണം എന്താണ്, ആർ ഗ്രേറ്റർ ദാൻ 0 എന്ന് എടുത്തുകൊണ്ടാണ്. അപ്പം നമുക്ക് ആർ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയാം. ആർ എന്താണ് 0 എന്ന് പറയാം. ആർ ഈസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് നോക്കിയേ, ആറിനെ നമ്മൾ എങ്ങനെ എഴുതി, ബി മൈനസ് ക്യൂ ഡി എന്ന് എഴുതി, ബി മൈനസ് ക്യൂ ഡി. അപ്പം 0 ഇസ് ഈക്വൽ ടു ബി മൈനസ് ക്യൂ ഡി എന്ന് വരും അല്ലേ. ഇതിൽ നിന്ന് ബി ഇസ് ഈക്വൽ ടു ക്യൂ ഡി, ബി ഇസ് ഈക്വൽ ടു ക്യൂ ഡി. അപ്പം നമുക്ക് എന്താ പറയാം, therefore ഡി ഡിവൈഡ്സ് ബി. ബീനെ നമുക്ക് ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ, ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടം വരെ ക്ലിയർ അല്ലേ. അപ്പം നമുക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടി. തൊട്ട് മുമ്പ് എന്ത് കിട്ടി, ഡി ഡിവൈഡ്സ് എ എന്ന് കിട്ടി. ഇവിടെ നമുക്ക് എന്ത് കിട്ടി, ഡി ഡിവൈഡ്സ് ബി എന്ന് കിട്ടി അല്ലേ. ഓക്കെ, ഇതിൽ നമുക്ക് എന്ത് പറയാം, ഡി ഡിവൈഡ്സ് എ ആൻഡ് ഡി ഡിവൈഡ്സ് ബി. അപ്പം നമുക്ക് എന്ത് പറയാം, ഡി ഈസ് എ കോമൺ ഡിവൈസർ ഓഫ് എ ആൻഡ് ബി. എയുടെയും ബിയുടെയും കോമൺ ഡിവൈസർ ആണ് ഡി അല്ലേ. കാരണം എന്താണ്, ഡി ഡിവൈഡ്സ് എ എന്ന് കിട്ടി, അതുപോലെ തന്നെ ഡി ഡിവൈഡ്സ് ബി എന്ന് കിട്ടി. അപ്പം നമുക്ക് എന്ത് പറയാം, ഡി ഇസ് എ കോമൺ ഡിവൈസർ ഓഫ് എ ആൻഡ് ബി. എയുടെയും ബിയുടെയും കോമൺ ഡിവൈസർ ആണ് എ. ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ആദ്യം എന്താണ് എടുത്തത്, ജി സി ഡി ഓഫ് എ കോമ ബി ഇസ് ഈക്വൽ ടു ആൽഫ എ പ്ലസ് ബീറ്റ ബി എന്നല്ലേ. ഇത് നമ്മൾ ഡി ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇത് ഡി ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. ആ ലീസ്റ്റ് എലമെന്റ് ആയിട്ടുള്ള ഡി ആണ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഡി ഇസ് എ കോമൺ ഡിവൈസർ ഓഫ് എ ആൻഡ് ബി. എയുടെയും ബിയുടെയും കോമൺ ഡിവൈസർ ആണ് എ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, we have to show that D is the greatest common divisor GCD of both A and B. എയുടെയും ബിയുടെയും GCD ആണ് ഡി എന്ന് നമ്മൾ ഷോ ചെയ്യാൻ വേണ്ടി പോവാണ്. അതാണ് നമുക്ക് ഷോ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഞാൻ അടുത്ത പേജിൽ എഴുതാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടത് അല്ലേ, ഇപ്പം ഡി എന്താണ് കണ്ടത്, ഇവിടെ നോക്കിയേ, ഡി എന്ന് പറയുന്നത് ഒരു കോമൺ ഡിവൈസർ ആണെന്ന് കിട്ടി. ഇനി ഇത് ജി സി ഡി എന്നാണ് നമുക്ക് ഷോ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ഡി ഡാഷ് എന്ന് പറഞ്ഞ എടുക്കാൻ പോവാം. ഡി ഡാഷ് ലെറ്റ് ഡി ഡാഷ് ബി another common divisor of A and B. ഓക്കെ, ഇവിടെ നോക്കിയേ ഡി എന്താണ്, എയുടെയും ബിയുടെയും കോമൺ ഡിവൈസർ ആണെന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്ത്, ഡി ഡാഷ് എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും വേറൊരു കോമൺ ഡിവൈസർ ആണ് നമ്മൾ എടുത്ത്. ഡി ഡാഷ് എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും വേറൊരു കോമൺ ഡിവൈസർ ആണെന്ന് നമ്മൾ ഇവിടെ എടുത്ത് അല്ലേ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റൂടാ, ഡി ഡാഷ് ഡിവൈഡ്സ് എ ആൻഡ് ഡി ഡാഷ് ഡിവൈഡ്സ് ബി അല്ലേ. ഡി ഡാഷ് ഡിവൈഡ്സ് എ ആൻഡ് ഡി ഡാഷ് ഡിവൈഡ്സ് ബി ഇങ്ങനെ പറയാൻ പറ്റുമല്ലോ. ക്ലിയർ അല്ലേ. അങ്ങനെയാണെങ്കിൽ എനിക്കിങ്ങനെ പറയാം, ഡി ഡാഷ് ഡിവൈഡ്സ് ആൽഫ എ. എനെ നമുക്ക് ഡി ഡാഷ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആൽഫ എനെ നമുക്ക് ഡി ഡാഷ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. എനെ നമ്മളൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡി ഡാഷ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ആൻഡ് ഡി ഡാഷ് ഡിവൈഡ്സ് ബീറ്റ ബി. ബീനൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ബീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അപ്പോഴും നമുക്ക് ഡി ഡാഷ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ. ഡി ഡാഷ് ഡിവൈഡ്സ് എ ആണെങ്കിൽ അല്ലേ, ഡി ഡാഷ് ഡിവൈഡ്സ് ആൽഫ എ എന്നും എനിക്ക് പറയാൻ പറ്റും. ഇവിടെ ഡി ഡാഷ് ഡിവൈഡ്സ് ബി ആണെങ്കിൽ ഡി ഡാഷ് ഡിവൈഡ്സ് ബീറ്റ ബി എന്നും പറയാൻ പറ്റും. അതെന്താണ്, അതൊരു പ്രോപ്പർട്ടിയാണ്.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രോപ്പർട്ടിയാണ് കണ്ട, ഈ ആൽഫ എനെയും ബീറ്റ ബിനെയും ഡി ഡാഷ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവരുടെ സമ്മിനെയും ഡി ഡാഷ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഡി ഡാഷ് ഡിവൈഡ്സ് ആൽഫ എ പ്ലസ് ബീറ്റ ബി. ഇതെന്താ പ്രോപ്പർട്ടിയാണ് നോക്കിയേ, ആൽഫ എനെയും ബീറ്റ ബിനെയും എനിക്ക് ഡി ഡാഷ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആൽഫ എ പ്ലസ് ബീറ്റ ബിയെയും ഡി ഡാഷ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. കണ്ട, ഡിയോമാരുടെ സമ്മിനെയും ഡി ഡാഷ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അത് പ്രോപ്പർട്ടിയാണ്. ഇനി ഇവിടെ നോക്കിയടാ, ആൽഫ എ പ്ലസ് ബീറ്റ ബി, ആൽഫ എ പ്ലസ് ബീറ്റ ബി ഇതാരാണ്? ആൽഫ എ പ്ലസ് ബീറ്റ ബി എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ ഡി അല്ലേ ആൽഫ എ പ്ലസ് ബീറ്റ ബി. കണ്ട, ആൽഫ എ പ്ലസ് ബീറ്റ ബി ആരാണ്? ഡി ആണ്. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം നോക്കിയേ, ഡി ഡാഷ് ഡിവൈഡ്സ് ഡി, ഡി ഡാഷ് ഡിവൈഡ്സ് ഡി. ഡിയെ എനിക്ക് ഡി ഡാഷ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ വലിയ നമ്പർ ഇതാണ്, ചെറിയ നമ്പർ ഇതാണ് അല്ലേ? വലിയ ആൾ ഇതാണ്, ചെറിയ ആൾ ഇതാണ്, അല്ലെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ക്ലിയർ അല്ലേ? ഫോർ എക്സാമ്പിൾ, എനിക്ക് 3a അല്ലേ 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? 3 ഡിവൈഡ്സ് 6 ഇത് കറക്റ്റ് ആണ്. 6 ഡിവൈഡ്സ് 3 എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, 3 ഡിവൈഡ്സ് 6 എന്ന് പറയാം. ഇവിടെ കിടക്കുന്ന ആൾ വലുതായിരിക്കണം, ഇവിടെ കിടക്കുന്ന ആൾ ചെറുതായിരിക്കണം. അപ്പോൾ അതുപോലെ ഇവിടെ കിടക്കുന്ന ആൾ വലുതായിരിക്കും, ഇത് ചെറുതായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കേസും കൊണ്ടുണ്ട്, 6 ഡിവൈഡ്സ് 6 എന്ന് പറയാൻ പറ്റത്തില്ലേ? ഇതെന്താ ശരിയാണ്. അല്ലെങ്കിൽ ഇവിടെ രണ്ടുമുള്ള ആൾക്കാർ ഈക്വൽ ആയിരിക്കും. വേണ്ട, ഇവിടെ രണ്ടുമുള്ള ആൾക്കാർ ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇതിൽ നിന്ന് എനിക്ക് എന്ത് പറയാം? therefore ഡി ഡാഷ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി. ഒന്നില്ലെങ്കിൽ ഡി ഡാഷും ഡി ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ ഡി ഡാഷ് ഡിയേക്കാൾ ചെറുതായിരിക്കും. ഓക്കെ, ഇങ്ങനെ എഴുതാൻ പറ്റിയാൽ നമുക്ക് എന്ത് പറയാം? ഡി ഡാഷ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി എന്ന് എഴുതിയാൽ അതിന്റെ അർത്ഥം എന്താണ്? ദാറ്റ് ഈസ് D is the GCD of greatest common divisor of A and B. കണ്ടാ, എയുടെയും ബിയുടെയും GCD ആണ് D എന്ന് നമുക്ക് കിട്ടി അല്ലേ? D ആണ് GCD എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, D ആണ് GCD എന്ന് കിട്ടി. അപ്പൊ നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്, എയുടെയും ബിയുടെയും GCD D ആണെങ്കിൽ അല്ലേ, എയുടെയും ബിയുടെയും GCD D ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, GCD ഓഫ് A, B ഇസ് ഈക്വൽ ടു നമുക്കറിയാം ആൽഫ എ പ്ലസ് ബീറ്റ ബി ആണ്. അപ്പൊ GCD ഇവിടെ കിട്ടി, D എന്ന് കിട്ടി. അപ്പൊ D നെ എങ്ങനെ എഴുതാം? D ഇസ് ഈക്വൽ ടു ആൽഫ എ പ്ലസ് ബീറ്റ ബി എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഇങ്ങനെ പറ്റും, നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ അല്ലേ? ഇവിടെ എന്താണ്, നമുക്ക് തെറ്റായിട്ടുള്ള കൺക്ലൂഷനിലൊന്നും എത്തിയില്ല. നമുക്ക് എന്ത് കിട്ടി? കറക്റ്റ് കൺക്ലൂഷൻ കിട്ടി അല്ല? നമ്മളിവിടെ എന്ത് ചെയ്ത് നോക്കിയേ, ഇവിടെ നോക്കിയേ, ഡി ഈസ് ഈക്വൽ ടു ആൽഫ എ പ്ലസ് ബീറ്റ ബി എന്ന് എടുത്ത് അത് തന്നെ നമുക്ക് കൺക്ലൂഷനിലും കിട്ടി. അവസാനം എന്താ, ഒരു കോൺട്രഡിക്ഷൻ ഒന്നും വന്നില്ല. നമ്മുടെ കൺക്ലൂഷൻ എന്ത് കിട്ടി? ശരിയായിട്ട് കിട്ടി. ഡി ഈസ് ഈക്വൽ ടു ആൽഫ എ പ്ലസ് ബീറ്റ ബി എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൂഫ് കംപ്ലീറ്റ് ആയി. ക്ലിയർ അല്ലേ?